കഴിഞ്ഞ ദിവസത്തെ സുരേഷ് ഗോപിയുടെ ബി.ജെ.പി. പ്രണയം വീണ്ടും ചർച്ചയാവുകയാണ്. ഏതായാലും ഇന്നും താരത്തിന് ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. ഇത്തവണ തൃശൂർ എടുത്തിരിക്കുമെന്ന് ആവർത്തിച്ചു പറയുകയാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. തൃശൂർ എടുക്കാൻ വേണ്ടിയാണ് താൻ വന്നത്. ജൂൺ 4-ന് തൃശൂരിൽ ഉയർപ്പായിരിക്കും സംഭവിക്കുകയെന്നും സുരേഷ് ഗോപി തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരിക്കുകയാണ്. ഇനി ആ പ്രതികരണമൊന്ന് നോക്കാം. തൃശൂർ ലോക്സഭാ മണ്ഡലം നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ തൃശൂർ എടുത്തിരിക്കും. എടുക്കാൻ തന്നെയാണ് ഇത്തവണ വന്നിരിക്കുന്നത്. പ്രാർത്ഥനയോടെ പറയുന്നു, എടുത്തിരിക്കും. ലീഡറും ഇന്ദിരാഗാന്ധിയും ഒന്നും കേരളത്തിന് നൽകിയ ഒരു കാര്യങ്ങളും ഞാൻ തള്ളിപ്പറയുന്നില്ല. പക്ഷേ അതിനുശേഷം കുരിശിലേറ്റപ്പെട്ട തൃശൂരിന് 2024 ജൂൺ 4-ന് ഉയർപ്പാണ് സംഭവിക്കാൻ പോകുന്നത്. ശ്രീലങ്കയിൽ സംഭവിച്ചതുപോലെ കേരളത്തിലും സംഭവിക്കുമെന്നും ക്യാപ്റ്റൻ ഇപ്പോൾ ശക്തനല്ലെന്നും കാലിനടിയിലെ മണ്ണൊലിച്ചു പോയിരിക്കുകയാണെന്നും സുരേഷ് ഗോപി പരിഹസിച്ചു. കേരളത്തിലും കൊടുങ്കാറ്റ് വീശിയടിക്കും, കപ്പൽ ആടിയുലയുമെന്നും സുരേഷ് ഗോപി പരിഹാസത്തോടെ പറഞ്ഞു. ഏതായാലും ഇത്തരം പരിഹാസങ്ങൾക്കിടയിലും താരം പാടാനൊക്കെ സമയം കണ്ടെത്തിയിരിക്കുകയാണ്. ക്രിസ്ത്യൻ വോട്ടാണ് ലക്ഷ്യം. അതിനാണ് ഈസ്റ്റർ തെരഞ്ഞെടുത്തത്. പറഞ്ഞു വരുന്നത് ഈസ്റ്റർ ദിനത്തിൽ ഉയർപ്പിന്റെ സന്ദേശം നൽകുന്ന ഗാനം പുറത്തിറക്കിയതിനെ കുറിച്ചാണ്. ഭാര്യ രാധികയാണ് സുരേഷ് ഗോപിക്കൊപ്പം നന്ദിയാൽ പാടുന്നു എന്ന ഗാനം ആലപിച്ചത്. സംഗീത ലോകത്ത് തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നാണ് ഇതിനോട് നടൻ പ്രതികരിച്ചത്. യേശുക്രിസ്തുവിന്റെ പീഡനാനുഭവവും ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശവും വിവരിക്കുന്നതാണ് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഗാനം. ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും നേതാവിനെ പല കാര്യങ്ങളും വേട്ടയാടുന്നുണ്ട്. പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാരോപിച്ച് LDF നൽകിയ പരാതിയിൽ സുരേഷ് ഗോപിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ വ്യാപകമായി മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുവെന്നും മതസ്പർദ്ധ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും കാണിച്ച് LDF ആണ് പരാതി നൽകിയത്. നേരത്തെ കളക്ടർ നൽകിയ പരാതിയിലും അന്വേഷണം നടക്കുകയാണ്. അതേസമയം ക്ഷേത്രങ്ങളും മുസ്ലിം ക്രിസ്ത്യൻ പള്ളികളും ആശ്രമങ്ങളും മഠങ്ങളുമെല്ലാം കയറിയിറങ്ങി വോട്ട് ഉറപ്പാക്കാൻ ആദ്യം മുതൽക്കേ സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ് ഇവിടെ. അതിന്റെ ലക്ഷ്യം എന്താണെന്നും വ്യക്തമാണ്. മതസാമുദായിക പിന്തുണയില്ലാതെ തൃശൂരിൽ ആർക്കും പിടിച്ചു കയറാനാകില്ലെന്ന വിശ്വാസത്തിലാണ് മുന്നണി നേതൃത്വങ്ങൾ. ഏതാണ്ട് 35% ഉണ്ടെന്ന് കരുതുന്ന ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു കണ്ണ് വെക്കുമ്പോഴും മറുകണ്ണിൽ പിന്നോക്ക ന്യൂനപക്ഷ വോട്ടുകളുമുണ്ട്. NDA സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിനു മുൻപേ സുരേഷ് ഗോപി ലൂർദ് മാതാവിന് കിരീടം സമർപ്പിച്ചതിന് പിന്നാലെ രാഷ്ട്രീയ വിവാദങ്ങൾ തൃശൂരിൽ അലയടിച്ചതും മറ്റൊന്നും കൊണ്ടല്ല. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറും UDF സ്ഥാനാർത്ഥി K മുരളീധരനും ക്രൈസ്തവ വോട്ട് ഉറപ്പിക്കാൻ ആ മേഖലയിൽ പ്രചരണം കൊഴുപ്പിച്ചു. മതമേലധ്യക്ഷന്മാർ പറഞ്ഞാൽ വിശ്വാസികൾ വോട്ട് ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയെന്നാണ് അരമനകളോട് അടുപ്പമുള്ളവർ പോലും പറയുന്നത്. മണിപ്പൂരിലും മറ്റും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതിഫലിക്കുമെന്നാണ് LDF-ഉം UDF-ഉം കരുതുന്നത്. എന്നാൽ മോദിയുടെ ഗ്യാരണ്ടിയിലാണ് NDA-യുടെ ആശ്വാസം. അതും വെള്ളത്തിൽ വരച്ച വര പോലെയാകുമോ എന്നത് ഫലം വരുമ്പോഴറിയാം.